നമസ്കാരം. പ്രകൃതി പ്ലാന്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യാം നമ്മുടെ നാട്ടിൽ വളരെ പൊതുവായി കാണപ്പെടുന്ന പുഷ്പശോഭയുടെ മറ്റൊരു പേർ എന്ന് വിളിക്കാവുന്ന ചെമ്പരത്തി ചെടിയെക്കുറിച്ച്. ചെമ്പരത്തി ചെടിയുടെ ശാസ്ത്രീയ നാമം ഹിബിസ്കസ് റോസസിനെൻസിസ് ആണ്. ഇത് മാൽവേസി കുടുംബത്തിൽപ്പെടുന്നു. ഉഷ്ണമേഖലയിലെ ചൂടുള്ള കാലാവസ്ഥയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ഇതിന് ഏകപുഷ്പവും വലിയ ഇലകളും ഇടയ്ക്കിടെ നിറം മാറുന്ന വിഭിന്നതകളുമുണ്ട്. ചെമ്പരത്തി മലയാളികളുടെ പൊതുവീട്ടുവൈദ്യത്തിൽ ഇടം നേടിയിട്ടുണ്ട്. തലയിലെ കേശവളർച്ചയ്ക്ക് ചെമ്പരത്തി ഇലയും പൂവും അടിച്ചെടുത്ത തൈലം ഉപയോഗിക്കുന്നു. തൊലിയിൽ ഉള്ള ചൊറിച്ചിലും അലർജിയും കുറയ്ക്കാനായി ചെമ്പരത്തി ഇലയുടെ പാകം ഉപയോഗിക്കുന്നു. പൂവിന്റെ കഷായം കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ചെമ്പരത്തി ചായ, ഹിബിസ്കസ് ടീ ഇപ്പോൾ ലോകമാകെ പ്രചാരത്തിലുണ്ട്. ശരീരത്തിന്റെ ഡീറ്റോക്സ് ചെയ്യാനായി ഉപയോഗിക്കുന്നു. ചെമ്പരത്തി പൂവ്, പ്രത്യേകിച്ച് ചുവപ്പ് നിറത്തിൽ ഉള്ളത്, ദേവിയുടെ പ്രതീകമാണ്. ദേവിപൂജ, ശിവപൂജ, ശബരിമല ഹാരമാല എല്ലായിടത്തും ഈ പൂവ് സ്ഥാനം പിടിക്കുന്നു. പ്രത്യേകിച്ചും നവരാത്രി ദിവസങ്ങളിൽ ദിവസേന കിഴക്കോട്ടു കാഴ്ചവച്ച് പൂജയിൽ ഇടുന്നു. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ അതിസമ്പന്നമായി കണ്ടുവന്നിരുന്ന ചെടിയാണ് ചെമ്പരത്തി. നല്ല ചുവന്നു തുടുത്ത് മൃദുവായ പ്രതലത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ചെമ്പരത്തിപ്പൂവും അതിന്റെ നടുവിൽ കൂടി മഞ്ഞപ്പൊടിയും തുമ്പത്ത് ചുവന്ന പൊട്ടുപോലെ ചെറിയ മണികളുമുള്ള ചെമ്പരത്തി. ഒരു പരിചയപ്പെടുത്തല് അനിവാര്യമില്ലാത്ത പൂവാണ് ചെമ്പരത്തി. കിണറ്റുകരയിൽ ഒരു ചെമ്പരത്തി ഇല്ലാത്ത വീടുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. കിണറിൽ നിന്ന് തെന്നിയോ തെറിച്ചോ വീഴുന്ന വെള്ളം കൊണ്ടായിരുന്നു ചെമ്പരത്തിയുടെ ജീവിതം. വേലിയിൽ വീടിന് മറവായി അഴകായി ചെമ്പരത്തി നിരനിരയായി നിന്നു. അടുത്തടുത്ത് കൊമ്പ് മുറിച്ച് നട്ട് അതിർത്തിയായി തീരുന്ന ചെമ്പരത്തി ഒരു നല്ല ഗ്രാമ കാഴ്ചയായിരുന്നു. ദേവനോ ദേവിക്കോ നൽകുവാന് പൂ തേടി പോകുന്നവർ വീട്ടുകാരുടെ അനുവാദമില്ലാതെ തന്നെ ചെമ്പരത്തിപ്പൂ പറിച്ചെടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു ചെമ്പരത്തി പൂവ് ഒരേ ദിവസം മാത്രം ജീവിക്കുന്നു. രാവിലെ തുറന്നാൽ രാത്രി ഉണങ്ങും. പക്ഷേ ചെടി ദിനംപ്രതി പുതിയ പൂക്കൾ തരും. ചെമ്പരത്തി പുഷ്പത്തിൽ തേനീച്ചകളും ചിത്രശലഭങ്ങളും ആകർഷിക്കപ്പെടുന്നു. അതിനാൽ നിങ്ങളുടെ ഗാർഡൻ ഉല്ലാസഭരിതമാകും. ചെമ്പരത്തി നമ്മുടെ സംസ്കാരത്തെയും ആരോഗ്യത്തെയും ഒരുപോലെ സ്പർശിക്കുന്ന മനോഹരമായ ഒരു ചെടിയാണ്. ഇതുപോലെ കൃഷിയും ആയുർവേദ താൽപ്പര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.